സേവന വീതിയൊരുക്കുവാൻ ഞങ്ങളിൽ ശക്തി പകർന്നിടണേ, ഞങ്ങളിൽ ശക്തി പകർന്നിടണേ. കാരുണ്യരൂപനാം സർവേശ്വരാ, കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ജീവിതമാം വഴിത്താരയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി തീർന്നിടണേ. ജീവിതമാം വഴിത്താരയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി തീർന്നിടണേ. എന്നും സ്മരിക്കുമി ശ്രീകോവിൽ ഞങ്ങൾക്ക് പുണ്യഭൂവായെന്നും തീർന്നിടണേ, പുണ്യഭൂവായെന്നും തീർന്നിടണേ. കാരുണ്യരൂപനാം സർവേശ്വരാ, കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. സ്നേഹമാം സേവന വീതിയൊരുക്കുവാൻ ഞങ്ങളിൽ ശക്തി പകർന്നിടണേ, ഞങ്ങളിൽ ശക്തി പകർന്നിടണേ, ഞങ്ങളിൽ ശക്തി പകർന്നിടണേ. സ്വാഗത ഭാഷണത്തിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ ശ്രീ മറിയുമ്മ ഷെരീഫ് കോണോത്തുടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ MP ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, മലപ്പുറം നഗരസഭയുടെ ചെയർമാൻ മുജീബ് കാടേരി അവറുകൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, ICDS സൂപ്പർവൈസർമാർ, പ്രിയപ്പെട്ട അംഗൻവാടിക്ക് സ്ഥലം വിട്ടു തന്ന കുഞ്ഞമ്മക്ക അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ കാരണന്മാരെ, പ്രിയമുള്ളവരെ, അംഗൻവാടി ടീച്ചർമാരെ, കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം നഗരസഭ വാർഡ് 35 പട്ടർകടവ് പാറമ്മൽ സ്മാർട്ട് അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. അംഗൻവാടി 40 വർഷത്തിലേറെയായി നമ്മുടെ വാർഡിലെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ആദ്യമായി അത് വാടക കെട്ടിടത്തിലും പിന്നെ താൽക്കാലിക ഷെഡിലുമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1985 ജനുവരി മാസത്തിൽ അന്നത്തെ പട്ടർകടവ് വാർഡിൻ്റെ കൗൺസിലറായിരുന്ന മർഹൂം കളപ്പാടൻ അവറാൻകുട്ടി സാഹിബിൻ്റെ കാലത്താണ് ആദ്യമായി വാടക കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് വന്ന കൗൺസിലർ പെരിയേങ്ങൽ ചെറിയത് ഹാജിയുടെ കാലത്താണ് വാടക കെട്ടിടത്തിൽ നിന്നും ഇപ്പോൾ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് താൽക്കാലിക ഷെഡിലേക്ക് മാറി അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചത്. പട്ടർകടവ് കിഴക്കേതല കിയാൽപ്പടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വില്ലേജ് ഓഫീസ് ഈ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നപ്പോൾ അതിനടുത്തുള്ള തൊട്ടടുത്ത സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ അംഗൻവാടി ഒരു ഷീറ്റ് ഷെഡിലേക്ക് മാറ്റിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. തുടർന്ന് ഉള്ള കാലം ഷീറ്റിലുള്ള അംഗൻവാടിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ടീച്ചർക്കും കുട്ടികൾക്കൊക്കെ അറിയാം. ചെറിയ ഒരു ഇടുങ്ങിയ ഒരു ക്ലാസ് റൂമും അതിനോടനുബന്ധിച്ച് ചെറിയൊരു അടുക്കളയും അതോടൊപ്പം തന്നെ ചെറിയൊരു ബാത്റൂമും ഉള്ളതായിരുന്നു നമ്മുടെ പാറമ്മലുണ്ടായിരുന്ന അംഗൻവാടി. രക്ഷിതാക്കൾക്ക് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയാറ്, കുട്ടികൾ 2 ദിവസം വന്നാൽ 2 ആഴ്ച അസുഖമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ തകര ഷീറ്റിൻ്റെ ഇടയിൽ ഇരുന്നിട്ടും റോട്ടിൽ നിന്നുള്ള ചൂടും കാരണം കുട്ടികൾക്ക് ഏത് സമയം അസുഖമാണ്. 4 or 5 കുട്ടികളെ അന്നവിടെ പഠനത്തിനായിട്ട് ദിവസം വരുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ രക്ഷിതാക്കൾക്കടക്കം അവിടേക്ക് വിടാൻ മടിയായിരുന്നു. ആ സമയത്താണ് ഞാൻ കൗൺസിലറായി ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ നിന്ന് ഉദ്യോഗസ്ഥരെന്നെ സമീപിച്ചത്. ഷീറ്റിന് ചോർച്ചയുണ്ട്, ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റില്ല, ഷീറ്റ് മാറ്റിയിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫിറ്റ്നസ് കൊടുക്കണ്ട, ഞങ്ങളത് താൽക്കാലം വാടക കെട്ടിടത്തേക്ക് മാറ്റിക്കോളാം, കാരണം കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. അന്നത്തെ ICDS സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ അത് താൽക്കാലികം ഇവിടെ അടുത്തുള്ള പാത്തുമ്മക്കുട്ടി താത്താൻ്റെ വീട്ടിലേക്ക് മാറി. പക്ഷേ ഈ പ്രദേശത്തുള്ള കുട്ടികളെല്ലാവരും അപ്പോൾ അംഗൻവാടിക്ക് ചെന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മുടെ ബീരാൻകുട്ടിയാക്കാൻ്റെ മകൻ ഷമീറിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഇപ്പോൾ അംഗൻവാടി മാറിയത്. ഒരു 2.5 വർഷം 3 വർഷത്തോളം
ക്വാർട്ടേഴ്സിലാണ് അംഗൻവാടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കോട്ടേഴ്സിൽ വാടകയ്ക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷം വന്ന എനിക്ക് മുന്നേ വന്ന കൗൺസിലർമാരുടെ നിരന്തര പ്രയത്നം കൊണ്ട് എൻ്റെ മുൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തുകയും നമ്മുടെ തോരപ്പ കുഞ്ഞുമാക്ക നമുക്ക് സ്ഥലം നൽകുകയും നഗരസഭയുടെ അന്നത്തെ ഭരണസമിതി CH ജമീല ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഞാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന സമയത്താണ് അതിന് 10 ലക്ഷം രൂപ ഇവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റീൻ്റെ നേതൃത്വത്തിൽ അവരാവശ്യപ്പെട്ട പ്രകാരമാണ് ഇവിടേക്ക് 10 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചത്. 2020 ഞാൻ കൗൺസിലറായി വരുമ്പോൾ ഞാനിവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഇത് വെറും പടവിലായിരുന്നു ഇതിൻ്റെ. പിന്നെ എൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ 1ാം നില വാർപ്പും അതിന് ശേഷമുള്ള വിഡ നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളായിട്ട് ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചും കൊണ്ടാണ് ഇന്ന് ഈ മനോഹരമായ കെട്ടിടം നമുക്കിവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞത്. 1500 സ്ക്വയർ ഫീറ്റിലാണ് 2 നിലകളിലായി മലപ്പുറം നഗരസഭയുടെ നൂതന പദ്ധതിയായ സ്മാർട്ട് അംഗൻവാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് റൂം, സ്മാർട്ട് TV, സൗണ്ട് സിസ്റ്റം, സ്റ്റഡി ടേബിള്, ബേബി ചെയർ, ആധുനിക രീതിയിലുള്ള കളി ഉപകരണങ്ങൾ, ഗുണനിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ, കുട്ടികളെ അംഗൻവാടികളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കഥാപാത്രങ്ങൾ അടക്കമുള്ള ചുമർ ചിത്രങ്ങൾ, ഗുണനിലവാരമുള്ള ഫോർമാറ്റ്, ഡൈനിങ് ഹാള്, ഡൈനിങ് ടേബിള്, വാർഡ്രോബ്, മോഡുലാർ കിച്ചൺ, സ്റ്റോർ ഏരിയ, ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നിവയാണ് നമ്മൾ താഴെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. മുകൾ നിലയത്തിൽ വിശാലമായ കോൺഫറൻസ് ഹാളും വാഷിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമും എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപ 40 ലക്ഷത്തോളം ഫണ്ട് ഇതിനായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടൊരു അംഗൻവാടി എന്ന ആശയം, ആഗ്രഹം, സ്വപ്നം പൂവണിയാൻ കഴിഞ്ഞത്. ഇതിന് പ്രത്യേകം പരാമർശിക്കേണ്ട ചില വ്യക്തികളുണ്ട്. ആദ്യമായി നമുക്ക് നമ്മുടെ തോരപ്പ കുഞ്ഞോമാക്ക ഇതിന് സ്ഥലം തന്നത് തോരപ്പ കുഞ്ഞോമാക്കാണ്. അദ്ദേഹത്തെ ഞാൻ ഈ മഹത് വേളയിൽ ഓർക്കുകയും സ്മരിക്കുകയും അതിൻ്റെ നന്ദിയും അറിയിക്കുന്നു. അതേപോലെ നമ്മളെ പട്ടർകടവും ബീരാൻകുട്ടിയാക്കയും അദ്ദേഹത്തിൻ്റെ മകൻ ബാവയും ഷമീർ അടക്കമുള്ള ടീമാണ് നമുക്ക് ഈ പണി തുടങ്ങി അന്ന് തൊട്ട് അവസാനം വരെ പണി തീരുന്നത് വരെ വെള്ളവും കരണ്ടും നമുക്ക് തന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അവരോടും ഞാൻ ഇതിൻ്റെ നന്ദി ഓർക്കുകയാണ്. അതേപോലെ ക്ലബ്ബ്, പ്രതിഭാ സേവന വേദി അംഗങ്ങളെ അവരോട് നന്ദി പറഞ്ഞാൽ തീരൂല. കാരണം 40 ലക്ഷത്തോളം വെച്ച കൗൺസിലർക്ക് എന്തേ വെള്ളം വെക്കാൻ കഴിഞ്ഞില്ലെന്നൊരു ചോദ്യം വരും. വെള്ളം വെക്കാൻ നമ്മൾ ഫണ്ട് വെച്ചപ്പോൾ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെക്കാമെന്ന് കരുതിയപ്പോൾ അതിലേറെ കൂടുതൽ ഫണ്ടായിപ്പോയി. 92,000 രൂപ എക്സ്പെൻസ് വരുമെന്ന് പറഞ്ഞപ്പോൾ അത് പദ്ധതിയിൽ വെച്ചാൽ 6 മാസം വൈകും എന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനത്തെ അത് ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാനിതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ സന്തോഷത്തോടു കൂടി പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ മക്കളും പഠിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രതിഭാ സേവന വേദി അംഗങ്ങളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. അവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ട മോട്ടറും പൈപ്പും നമുക്ക് നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തത്. ഞാൻ എൻ്റെ കൗൺസിലറിനും നാട്ടുകാരെ എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ പ്രത്യേകം പരാമർശിക്കേണ്ടതും അഭിനന്ദിക്കേണ്ട ഒരാളാണ് റഷീദ് പെരിയങ്ങലെ. അംഗൻവാടിൻ്റെ തുടർ ആവശ്യങ്ങൾക്ക് ജീവിതകാലം മുഴുവനും അംഗൻവാടിയുടെ മുഴുവൻ പ്രവർത്തനത്തിനും എത്ര കുടിവെള്ളം വേണമെങ്കിലും എൻ്റെ സ്വന്തം കിണറ്റിൽ എടുത്തോളൂ എന്നും പറഞ്ഞ് ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാവരും പറഞ്ഞു. പക്ഷേ റഷീദിൻ്റെ അടുത്താണ് കിണർ. അതുകൊണ്ട് റഷീദിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ അംഗൻവാടിക്ക് വേണ്ട വെള്ളം എടുത്തിട്ടുള്ളത്. നഗരസഭയ്ക്ക് സമ്മതപത്രം ഒപ്പിട്ട് തന്നുകാണ്ട് അതിൽ നിന്ന് നമ്മൾ വെള്ളം ഇന്നലെ പ്രതിഭാ സേവന അംഗങ്ങൾ വന്ന് മോട്ടോർ വെക്കുകയും വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്തു. ഈ നന്ദി ഞങ്ങൾ റഷീദിനെ അറിയിക്കുന്നു. നമ്മുടെ വാർഡിനും എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. നമ്മുടെ നിസ്വാർത്ഥ സേവനായി CH മൊയ്തീങ്ങാക്ക അംഗൻവാടിയിൽ എന്ത് പ്രവർത്തനം നടക്കണം സ്വന്തം വീടിൻ്റെ പ്രവർത്തനം പോലെയാണ് ഓരോ പ്രവർത്തനങ്ങളും വന്ന് നോക്കി കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിൽ ഓർത്തുകൊണ്ടിരിക്കണം. പ്രത്യേകം നമ്മുടെ കോൺട്രാക്ടർ ഹർഷൽ ഈ വർക്ക് തുടങ്ങി അന്ന് തൊട്ട് അവസാനം വരെ ഹർഷൽ മാത്രമാണ് നമ്മൾ അംഗൻവാടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ല മനോഹരമായൊരു കെട്ടിടം അവരുടെ മനസ്സിൽ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും
അതൊക്കെ ഗവൺമെൻറ് സ്ഥാപനത്തിന് തട്ടും ഒരു പ്രയാസം നേരിട്ടതിനാലും അവൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് ഇറക്കിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനം നമ്മൾ അംഗൻവാടി ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചത് ഹർഷൻ്റെ പ്രവർത്തനമാണ്. ഹർഷൻ്റെ കൂടെ തന്നെ അവൻ്റെ പിതാവ് ബഷീറാക്ക, അഷ്മൽ കളപ്പാടൻ എല്ലാവരും സ്വന്തം വീട് പോലെയാണ് അംഗൻവാടിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അംഗൻവാടിൻ്റെ ഓരോ വർക്കിൻ്റെ കൂടിയും അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് ഓരോ പണിക്കാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ബഷീറാക്കയും ഹർഷലും അഷ്മലൊക്കെ പണിയെടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എൻ്റെ ഭർത്താവ് ഷരീഫാക്കാനോടാണ്. എന്തെന്ന് വെച്ചാൽ ഒരു വനിതാ ജനപ്രതിനിധിക്ക് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വേണം. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വനിതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നെ ഒരു വാർഡിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിനും എൻ്റെ കൂടെ നിന്ന് എനിക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം മൂപ്പനാണ് ഫുള്ള് വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംഗൻവാടിയാണ്, വാർഡിലെ പൊതുമരാമത്ത് പണികളാണെങ്കിലും ഇലക്ട്രിക്കൽ പണികളാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് മാറ്റൽ, വാർഡിൻ്റെ ശുചീകരണം, എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹമാണ് ചെയ്യുന്നത്. ഞാൻ ഒരു പുരുഷൻ്റെ വിജയത്തിൽ ഒരു സ്ത്രീ ഉണ്ടാകും, ഒരു സ്ത്രീയുടെ വിജയത്തിൽ ഒരു പുരുഷനുണ്ടാകും എന്ന് പറയും പോലെ എൻ്റെ വിജയത്തിനും എൻ്റെ വളർച്ചയ്ക്കും കാരണം എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ നൗഫൽ കടമ്പോട്ട്, നൗഫൽ പഠിക്കാത്തൊരു പേര് പറയേണ്ട ബാപ്പു, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ അനുസ്മരിച്ചും കൊണ്ട് ഇത്രയും ആളുകളെ പരാമർശിക്കാതെ പ്രത്യപ്പെട്ട അബീബാക്കാന ഏത് സമയം എന്ത് പരിപാടി ഉണ്ടെങ്കിലും റിയാസ് എല്ലാവരോടും മുഖത്ത് നോക്കി എല്ലാവരും എനിക്ക് പറയാനുള്ളതാണ്. ഞാൻ ആരും പറയണില്ല. എല്ലാവരെയും പ്രിയപ്പെട്ട എൻ്റെ കൗൺസിലർമാർ എല്ലാവരും ഉണ്ട്. ഇത്രയും ആളുകളെ അതേപോലെ ഒരുപാട് സഹായം ചെയ്ത പാസ്ക് ക്ലബ്ബ്, യുവജന പട്ടർക്കടവ് യുവജന കൂട്ടായ്മ, ന്യൂ പ്രതിഭ പാറമ്മൽ, FC പട്ടർക്കടവ്, ഇത്രയും ക്ലബ്ബുകളുടെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ ഇത്രയും കളറാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രക്ഷിതാക്കൾ, അംഗൻവാടി ടീച്ചർമാരെ എല്ലാവരും ഇടയിരിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും മനോഹരമായ ഈ ചടങ്ങിൽ നമ്മുടെ ഒരുപാട് കൂടുതൽ സമയം നമ്മുടെ ഈ അതിഥിയെ ഇരുത്താൻ പറ്റില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മലപ്പുറത്തിൻ്റെ നായകൻ ലോക്സഭ മെമ്പർ ടി മുഹമ്മദ് ബഷീർ MP യെ ഞാൻ ഈ അംഗൻവാടിൻ്റെ പേരിലും ഈ വാർഡിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മളൊന്ന് ആരെ വേണം ഉദ്ഘാടകൻ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ഈ ഈട്ടിനെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. സാറേ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിൻ്റെ ശേഷം വാർഡുകളിലെ പരിപാടികളിലൊന്നും നമ്മളിവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അന്ന് സാറെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഒന്ന് സാറെ ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ളത് എൻ്റെ വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മളത് ഏറ്റെടുക്കുകയും നമ്മുടെ ചെയർമാനെ അദ്ദേഹത്തെ വിളിച്ച് ഡേറ്റ് കാണുകയും നമുക്ക് ആ ഭാഗ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാനെ പ്രത്യേകം പറയണ്ടല്ലോ. നഗരസഭാ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട. നമ്മളെ വാർഡിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ, കാരണം നമ്മളെ വാർഡിലേക്ക് തന്നതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ഹോമിയോ ആശുപത്രി കെട്ടിടം കഴിഞ്ഞ് ഒരു വർഷമാവുന്നുള്ളൂ. വലിയൊരു പരിപാടിയായിട്ടാണ് നമുക്ക് ഹോമിയോ ആശുപത്രി കെട്ടിടം സ്വന്തമാക്കിയത്. 75 ലക്ഷം രൂപ ഹോമിയോ ആശുപത്രിക്ക് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അബു മാസ്റ്റർ സ്മാരക ഹോമിയോ ഡിസ്പെൻസറി റോഡിന് 40 ലക്ഷം രൂപ MLA ഫണ്ട് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓറുങ്കടവ് ഡ്രെയിനേജ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഞ്ചയം പദ്ധതി വഴി 1 കോടി രൂപ നമ്മുടെ വാർഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. അംഗൻവാടി നമ്മുടെ മുന്നിലുള്ള ഈ റോഡിന് 6 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചത് നമ്മുടെ നഗരസഭാ ചെയർമാനാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ള റോഡ് പൊട്ടക്കുഴി റോഡിന് 8 ലക്ഷം രൂപ അനുവദിച്ചത് നഗരസഭാ ചെയർമാനാണ്. കോതേങ്ങൽ റോഡ്, കൊല്ലണിപ്പറമ്പ് നടപ്പാത, പുളിക്കപ്പറമ്പ് റോഡ്, റിട്ടറിങ് പുൽപ്പാട്ട് മണ്ണ, മൂഴിക്കൽ റോഡ്, വില്ലേജ് ഓഫീസ് റോഡ്, PK കോളനി റോഡ്, ഹോമിയോ കുടിവെള്ള പദ്ധതിയിൽ 8 ലക്ഷം. ഇതൊന്നും എമൗണ്ട് പറഞ്ഞില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. എന്നാലും എൻ്റെ നാട്ടുകാരറിയണം, കൗൺസിലർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറയണമല്ലോ, അതിന് പറയണം. ഹോമിയോ റോഡ് വൈദ്യുതി ലൈന് നീട്ടുന്ന 4 ലക്ഷം, ചാമക്കയം ബോയറോ പാർക്കിലേക്ക് ലൈറ്റ് ഇട്ടീന് 6 ലക്ഷം, ഓപ്പൺ ജിമ്മ് താമസിയാതെ വരും 2 ലക്ഷം, വാൽപ്പറമ്പ് പുളിക്കപ്പറമ്പ് ഭാഗത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് 8 ലക്ഷം, പാറമ്മൽ ചാമക്കയം ഭാഗത്ത് ഡയറക്റ്റ് പമ്പിങ് മാറ്റാൻ ഇപ്പോൾ 23 ലക്ഷം രൂപ ഫണ്ട് പാസ്സായിരിക്കുന്നത്, താമസിയാതെ പണി തുടങ്ങും. പിന്നെ വാർഡിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റും LED ആക്കി. പട്ടർക്കടവ് കുളിക്കടവ് 3 ലക്ഷം, പുളിക്കപ്പറമ്പ് നടപ്പാത 1 ലക്ഷം. അതുകൂടാതെ ഒരുപാട് ഗുണഭോക്ത കാര്യങ്ങൾ നടത്തി നമ്മുടെ വാർഡിലേക്ക് വേണ്ട ആവശ്യമായ നമ്മൾ ആവശ്യപ്പെട്ട മുഴുവൻ ഫണ്ടും നൽകി മലപ്പുറത്തിൻ്റെ അഭിമാനമായി മാറി. മനോരമ ന്യൂസിൻ്റെ നാട്ടുസൂത്രം പദ്ധതിയിലൂടെ മലപ്പുറം സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനം നേടിയെടുത്ത മലപ്പുറം നഗരസഭ നൂതന പദ്ധതികൾക്ക് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്ന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി അവരുകളെ ഈ പരിപാടിയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ കൊന്നോല ഫൗസിയ കുഞ്ഞിപ്പൂനെ ആരും കണ്ടിട്ടുണ്ടാവില്ല.
കാരണം ഒന്നുമില്ല, അവർ സ്റ്റുഡൻ്റാണ്, TTCക്ക് പഠിക്കണം. അപ്പോൾ പൊതുവേദികളിൽ അതേപോലെ ഇങ്ങനത്തെ വാർഡുകളിലുള്ള പരിപാടിക്കൊക്കെ അവർക്ക് ക്ലാസ് ആകുമ്പോൾ വരാൻ പറ്റില്ല. ഏതായാലും വലിയൊരു ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് വൈസ് ചെയർപേഴ്സൺ ഈ പരിപാടിക്കൊന്ന് കൊണ്ടുവരാൻ. പ്രിയപ്പെട്ട കൊന്നോല ഫൗസിയ കുഞ്ഞിപ്പോ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലപ്പുറത്തിൻ്റെ വികസനത്തിന് ചെയർമാനോടൊപ്പം വികസന കാര്യങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നഗരസഭയുടെ കൃഷിക്കും ആരോഗ്യത്തിനും മൃഗസംരക്ഷണത്തിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് പുതുപുത്തൻ ആശയങ്ങൾ കൊണ്ടുവന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സക്കീർ ഹുസൈൻ സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ചെയർമാൻ്റെ കൂടെ നിന്നും കൊണ്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന മിഷൻ 1000 പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് പീസ് ഫ്രീ നഗരസഭ സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ രംഗത്ത് ഒരുപാട് പദ്ധതികളും നൂതനമായ പ്രോജക്റ്റുകളും കൊണ്ടുവന്ന് മലപ്പുറത്ത് PHCക്ക് 1.5 കോടി രൂപയോളം അർബൻ PHCക്ക് കെട്ടിടം ഹോമിയോ ഹോസ്പിറ്റൽ, ഒരുപാട് ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്ന ആരോഗ്യ രംഗത്ത് ഒരുപാട് വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹമീദ് അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഗരസഞ്ചയം പോലുള്ള വർക്കുകൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CP ആയിഷ ബി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുള്ള നൗഷാദ് മണ്ണിശ്ശേരി നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹത്തിന് ചെറിയ തിരക്ക് കാരണം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന് നമ്മളോട് ആശംസ അറിയിച്ച മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ബാബ സാഹിബിനെ ചെറിയൊരു തിരക്കുണ്ടെന്ന് അറിയിച്ചതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആശംസ അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ICDS സൂപ്പർവൈസർ ലിജിത, ICDS സൂപ്പർവൈസർ കലാകുമാരി, ഇവർ രണ്ടാരും നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ICDS സൂപ്പർവൈസറും അംഗൻവാടിയുടെ അംഗൻവാടിയുടെ പ്രവർത്തനം നേരിട്ട് നടത്തുന്ന ഓഫീസർമാരുമാണ്. ഇവരെ രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് പ്രസിഡൻറ്റും സംഘാടക സമിതി അംഗവുമായ എൻ്റെ കൂടെ നിന്ന് എനിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ബാപ്പു പഞ്ചലി വാർഡ് പ്രസിഡൻറ്റ്, അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേരുക എന്നേറ്റിട്ടുള്ള അജയ് കുമാർ തച്ചോത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡിൻ്റെ സെക്രട്ടറിയും എൻ്റെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും വാർഡിൻ്റെ 4 ഭാഗത്ത് എന്തൊക്കെ നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ളത് എനിക്ക് മാർഗനിർദ്ദേശം ചെന്നുകൊണ്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹൽ ശ്രാമ്പിക്കൽ, ഇവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അംഗൻവാടി ടീച്ചർ നന്ദി അറിയിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തുളസിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അംഗൻവാടി വർക്കർ അനീസ, എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർ സെൽമ ടീച്ചർ, സജീർ, പറച്ചോടൻ, ആമിന അഷ്റഫ്, കൈജാത്ത, പിന്നെ ഒരുപാട് കൗൺസിലർമാർ ഇവിടെ വന്നിട്ടുണ്ട്. സുഹൈൽ ഇടവൈക്കൽ, പിന്നെ മൊടയങ്ങാടൻ ഷിഹാബ്, AP ഷിഹാബ്, എല്ലാ നഗരസഭയിലെ ഒരുവിധം കൗൺസിലർമാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷാമിൽ, മോസിനാണ് നമ്മൾ സ്മാർട്ട് അംഗൻവാടിയിലത്തെ മോസിൻ, അതേപോലെ എല്ലാവരും കല്ലിലാക്കടക്കമുള്ള നാട്ടിലുള്ള എല്ലാ കൗൺസിലേഴ്സിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിവിധ അംഗൻവാടി ടീച്ചർമാർ, ഒരുപാട് ടീച്ചർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അംഗൻവാടിയുടെ പ്രവർത്തനം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അമ്മമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സഹോദരന്മാർ, മീഡിയാസ്, എല്ലാ ഫോട്ടോഗ്രാഫർമാർ, വാർഡ് ഇവിടെ ഇരിക്കുന്ന പ്രത്യേകം എടുത്ത് പറയേണ്ട എൻ്റെ മുതിർന്ന കാരണന്മാരെ, എൻ്റെ രക്ഷിതാക്കൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാ സഹോദരിമാരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി അവരുടെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി നഗരസഭ ചെയർമാൻ ശ്രീ ജനാബ് മുജീബ് കാടേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനിരിക്കുന്ന ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP വളരെ വിശദമായി തന്നെ കാര്യങ്ങളെ പ്രതിപാദിച്ച് സ്വാഗതം പറഞ്ഞ ഈ വാർഡിൻ്റെ കൗൺസിലറും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള മറിയമ്മ ഷെരീഫ്, എല്ലാവരെയും പേര് ഇവിടെ സ്വാഗതത്തിൽ പരാമർശിച്ചു. ഞാൻ ആവർത്തിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ 64 അംഗനവാടികളാണുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ സ്വന്തമായി ബിൽഡിങ്ങുള്ള മുഴുവൻ അംഗനവാടികളും ശേഷം വരുന്ന 30 ചില്ലറ വരുന്ന അംഗനവാടികളും ഉൾപ്പെടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അംഗനവാടികളും എയർ കണ്ടീഷൻ ചെയ്ത പശ്ചാത്തല സൗകര്യങ്ങളുള്ള സ്മാർട്ട് അംഗനവാടി പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഭാഗ്യവശാൽ നമ്മുടെ നഗരസഭക്കാണ്. അതിൽ തന്നെ ഈ അംഗനവാടിക്ക് മറ്റൊരു പ്രത്യേകത,
ഡൈനിങ് ഹാള് അതിന് ടേബിളൊക്കെ ഉള്ള ഞങ്ങളുടെ അംഗനവാടികളുടെ കൂട്ടത്തിൽ ഏക അംഗനവാടി ഇപ്പം മറിയമ്മ ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ പൂർത്തീകരിച്ച് ഈ അംഗനവാടിയാണ്. ഇവിടെ പറയുണ്ടായി മറിയമ്മ ഷെരീഫ് സ്വാഗതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ അറിയണമല്ലോ. അത് നിങ്ങളറിയുന്നതിന് കുഴപ്പമില്ല, മറ്റ് കൗൺസിലർമാരെ അറിഞ്ഞാൽ നാളെ മുതൽ അവിടെ ബഹളമായിരിക്കും. അത്രയധികം കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ്. അത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വനിതാ ജനപ്രതിനിധി എന്നൊക്കെ പറയുണ്ടായി. വനിതാ ജനപ്രതിനിധി അപഹരിച്ചെടുക്കുന്നു എന്നുള്ള പരാതിയാണ് മറ്റ് കൗൺസിലർമാർക്ക്. കാരണം നഗരസഭയിലൊരു കോഴിക്കുഞ്ഞ് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിലും അധികം കിട്ടുമെന്ന് നോക്കി അത് സംഘടിപ്പിച്ചെടുക്കുന്നതിൽ മറിയമ്മയെ പോലെ കൗശലമുള്ളൊരു കൗൺസിലർ ഇന്ന് മുനിസിപ്പാലിറ്റിയിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് വികസനം വരുന്നതിൻ്റെ കാര്യത്തിൽ കാണാം. അതെങ്ങനെയാണ് അത് പദ്ധതി പാസ്സാക്കി ഒഴിഞ്ഞു പോകില്ല, അതിൻ്റെ പിന്നിൽ കൂടി അത് വന്ന് നടന്ന് ഉദ്ഘാടനം ചെയ്ത് കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ അവരെ പിന്നിൽ ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന് പുതിയ കാലഘട്ടത്തിലെ ജനപ്രതിനിധികൾക്കൊരു മാതൃക കൂടിയാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ കൗൺസിലർ എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ഇത് ഭംഗിവാക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൗൺസിലറുടെ ഒരു നോട്ടപ്പശു കൊണ്ട് ഒരു മുട്ടുസൂചി ഈ വാർഡിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയധികം ഏത് പദ്ധതി വെക്കുകയാണെങ്കിലും പല രീതിയിൽ ഒപ്പിച്ചെടുക്കും. ഒന്നുകിൽ കമ്മിറ്റിക്കാരോട് വിളിക്കും, മറിയമ്മക്ക് ആദ്യം കഴിയുന്നത് അങ്ങനെ ഒപ്പിച്ചെടുക്കും. ഏതെങ്കിലും ബാക്കിയിലൊക്കെ കൂടിയും കോടിക്കണക്കിന് രൂപയുടെ ഇവിടെ പറയുണ്ടായി. എത്ര കോടിയുടെ പദ്ധതിയാണ് ഒരു വാർഡിൽ മാത്രം പറയുണ്ടായത്. ഞങ്ങൾക്കും സന്തോഷമാണ്. കാരണം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനപ്രതിനിധികൾ, ഇതൊരു പദവിയോ അലങ്കാരമൊന്നുമല്ല. 5 വർഷം അങ്ങനെ ഞാനൊരു കൗൺസിലറാണെന്ന് പറയുന്നതിനല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കർത്തവ്യബോധം കൂടിയാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനത്തിൻ്റെ മികവ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അംഗനവാടിയുടെ ടീച്ചർമാരിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഈ സ്മാർട്ട് അംഗനവാടി പ്രോജക്റ്റ് തുടങ്ങിയ തൊട്ടടുത്ത ദിവസം ചെറുപറമ്പിലെ ടീച്ചർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ടീച്ചറുടെ അംഗനവാടിയിൽ ഒരു മീഡിയ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ സമയത്ത് എങ്ങനെയാണ് എല്ലാ അംഗനവാടികളും AC ആക്കുക എന്നുള്ളതിനെക്കുറിച്ച് അറിയാനാണ് ഈ മാധ്യമങ്ങൾ വന്നത്. ആ സമയത്ത് എന്നോട് ടീച്ചർ പറഞ്ഞൊരു വാക്ക്, ചെയർമാനെ, ജീവിതത്തിൽ ആദ്യമായി AC കണ്ട കുട്ടികൾ ഈ അംഗനവാടിയിലുണ്ട്. എൻ്റെ മനസ്സ് നിറയുകയും അറിയാതെ ഹൃദയം ഒന്ന് തുളുമ്പിപ്പോവുകയും ചെയ്തൊരു രംഗമാണ്. ജീവിതത്തിൽ ആദ്യമായി AC കണ്ട കുട്ടികൾ. ഒരുപക്ഷെ ഈ കുട്ടികൾ നമ്മുടെ എല്ലാ കുട്ടികൾക്കൊന്നും വീട്ടിൽ AC സൗകര്യമൊന്നും ഉണ്ടാവില്ലോ. 10 മണി മുതൽ 5 മണി വരെ, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ ഇവിടെ ICDSൻ്റെ സൂപ്പർവൈസർമാരിരിക്കുന്നുണ്ട്. എന്നോട് ICDS ഉദ്യോഗസ്ഥർ പറഞ്ഞത്, നമ്മുടെ അംഗനവാടിയിൽ ഈ AC ആക്കിയതിന് ശേഷം വലിയ രീതിയിലുള്ള കുട്ടികളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല, ചൂടുകാലത്ത് അസുഖം വന്നതുമൂലം പനിയും ജലദോഷമൊക്കെ വന്നിട്ട് ഷീറ്റും മറ്റുമിട്ട അന്തരീക്ഷത്തിൽ കുട്ടികൾ നിൽക്കുമ്പോൾ ജലദോഷം പിടിക്കുന്നത് മാറി വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം അംഗനവാടിയിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നതിനേക്കാൾ വലിയൊരു ചാരിതാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ പറയുണ്ടായി, മലയാള മനോരമ ഏറ്റവും മികച്ച ഇന്നോവേറ്റീവ് മോഡലുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് വെച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS, നമ്മുടെ കോട്ടയം MP ശ്രീ സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള 3 അംഗ പാനലായിരുന്നു. ആ പാനലിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ മറിയമ്മ ഷെരീഫ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ 3 പേരായിരുന്നു. അത് പോയി 2 പേരായിരുന്നു, മറിയമ്മയും ഞാനുമായിരുന്നു അത് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി മനോരമയിൽ ചെന്നത്. ആ സമയത്ത് ഇവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ എല്ലാ അംഗനവാടികളും ഒരു ഉത്സാഹത്തിന് തുടങ്ങിയാൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇനിയൊരു അംഗനവാടി ഉണ്ടാക്കുമെങ്കിൽ അതും എയർ കണ്ടീഷൻ അംഗനവാടിയാക്കും. സാധാരണക്കാരൻ്റെ കുട്ടികൾക്കും AC സൗകര്യം കൊടുക്കാനുള്ള പണമൊക്കെ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുകയുണ്ടായി. കാരണം അതിനുള്ള പണം ഇവിടെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. ഈ കുട്ടികൾ ഇതാരുടെ ഔദാര്യമല്ല, ഈ മക്കളുടെ രക്ഷിതാക്കൾ കൊടുത്ത ഖജനാവിലെ നികുതി കൊണ്ടാണ് ഈ മക്കളെ കൂടുതൽ സൗകര്യപ്പെടുത്തുന്നത്. എന്നോടൊരു പ്രൈവറ്റ് സ്കൂളിലെ ആളുകൾ അവിടെ ഒരു കാര്യം സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, എല്ലാം കൂടി AC ആക്കിയാൽ ഞങ്ങളുടെ കിൻഡർ ഗാർഡനൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ കുട്ടികൾ അവിടെയും കിട്ടും, പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാരൻ്റെ മക്കളാണ് ഈ അംഗനവാടിയിൽ വരുന്നത്. ഞാൻ ടീച്ചർമാരോട് പറയാറുണ്ട്, ഇത് ഭംഗിവാക്കിനും വേണ്ടി വെച്ചതല്ല, ഒരു സൂചികക്കും വേണ്ടി വെച്ചതല്ല. ഒരു കുട്ടിയെ അംഗനവാടിയിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് AC ഇട്ട് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റി നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഏത് രീതിയിലും ഈ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, വീടിനേക്കാൾ ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് നമ്മുടെ അംഗനവാടികളെ നമുക്ക് മാറ്റണം. നമ്മുടെ സാധാരണക്കാരൻ്റെ കുട്ടികൾ ഉയർന്ന പശ്ചാത്തല സൗകര്യം ഉണ്ടാകണം. മൈക്ക് സെറ്റ് വെച്ച സമയത്ത് ഞങ്ങൾക്കതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ, ഈ മുതിർന്ന കുട്ടികൾ പോലും, ഇപ്പോൾ +2 കുട്ടികൾ പോലും പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ച സ്റ്റേജിലെത്തുമ്പോൾ വിറക്കലാണ്. കാരണം ഈ സ്റ്റേജ് ഫിയറിംഗ് എന്ന് പറയും. സ്റ്റേജിലിരിക്കുമ്പോൾ ആളുകൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യക്കുറവ്. ഈ മക്കൾ 3-4 വയസ്സായ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ മൈക്കെടുത്ത് പാടാൻ തുടങ്ങിയാൽ അവനൊരു സംശയവും വേണ്ട, അവൻ ആ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ആത്മധൈര്യം ഈ കുട്ടിക്ക് എവിടുന്ന് തന്നെ കിട്ടും. ജനിച്ച് 4-5 വയസ്സാകുമ്പോഴേ കിട്ടും. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനകത്ത് കൊടുത്ത ടോയ്സുകൾ നിങ്ങൾക്ക് കാണാൻ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്. ടോയ്സ് പിടിച്ചു വെക്കരുത്, അടുത്ത വർഷം വേറെയും വരും, കേടുവരും എന്ന് പറഞ്ഞ് അൾമറയ്ക്ക് വെക്കാനുള്ളതല്ല, മുഴുവൻ എടുത്ത് ഈ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കുട്ടി ടീച്ചർമാർക്കും ആയമാർക്കും പ്രത്യേകമായിട്ട് പിന്നെയും പറയാം,
കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ടീച്ചർമാർക്കും ആയമാർക്കും വിനോദയാത്രക്ക് പണം നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെയും ഞങ്ങൾ ആ രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. കാരണം അത് നടക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. 64 അംഗനവാടി AC ആക്കിയതിൻ്റെ 10-1 അംശം പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ കൊണ്ടുപോയതിന് ടീച്ചർമാർ അപ്പം പരസ്പരം ചോദിക്കുന്നത് നടക്കുമെന്നാണ്. ഞങ്ങൾ AC ആക്കുമെന്ന് പറഞ്ഞപ്പോൾ സംശയിച്ചവരുണ്ടായിരുന്നു. സംശുദ്ധമായി അഴിമതിയില്ലാതെ പൊതുഖജനാവ് ആരാൻ്റെ പണമാണെന്നും ഈ പണത്തിൽ നിന്ന് ഒരര ഗ്ലാസ് പച്ചവെള്ളം പോലും അപഹരിച്ചെടുക്കാതെ ജനങ്ങളുടെ നികുതി കൊണ്ട് ജനങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ചെയ്ത സത്യപ്രതിജ്ഞയിൽ സത്യമുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഇവിടെ കോൺട്രാക്ടറൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. ഞങ്ങൾ ഈ പല രീതിയിലും കോൺട്രാക്ടർമാരെ ബുദ്ധിമുട്ടുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഈ നിമിഷം വരെ 4 കൊല്ലം ചില്ലറ കഴിഞ്ഞതിന് ശേഷം ഇവിടെ 500,000-ഓളം വരുന്ന പദ്ധതികളെടുത്ത ഒരു കോൺട്രാക്ടറെ പോലും നിർമ്മാണത്തിന് ശേഷം വിളിക്കുന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള അൺഫെയർ പ്രാക്ടീസസുകളും ഞങ്ങൾ സമ്മതിക്കാറില്ല. ആ രീതിയിൽ ഞങ്ങളതിനെ പരിപോഷിപ്പിക്കാറില്ല. ഖജനാവിൽ ഏൽപ്പിച്ച പണം അത് ഖജനാവിൻ്റെ അർഹർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള വളരെ സ്വാഭാവികമായി ഈ കാലഘട്ടത്തിലേറെ പ്രസക്തമാണെങ്കിലും വളരെ സ്വാഭാവികമായൊരു തത്വം മാത്രമാണ് നഗരഭരണത്തിൻ്റെ ചുമതലയുള്ള ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിർവഹിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. കഴിഞ്ഞ ഇതുവരെ ചുമതല ഉണ്ടായിരുന്ന ഒരു സരള എന്ന് പറയുന്ന സൂപ്പർവൈസർ, ഞാൻ അവരെ പ്രത്യേകം പരാമർശിക്കണമെന്ന് പറയുന്നത്, ഇങ്ങനെ നിബന്ധന എന്നോട് കാസർഗോഡ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് ചോദിച്ചു, AC വെക്കുന്നതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയത്? അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്താ പ്രശ്നം? അത് സ്മാർട്ട് അംഗനവാടി അല്ല, ഇവിടുത്തെ സൂപ്പർവൈസർ ഫാൻ തന്നെ വെക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അവരോട് ജില്ലാ കളക്ടറോട് ചോദിക്കും, ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകൾ അപ്രൂവ് ചെയ്യുന്ന കമ്മിറ്റിയുണ്ട്, നൂതന പദ്ധതികൾ അംഗീകരിക്കുന്ന കമ്മിറ്റിയിൽ കൊണ്ടുപോയി ഈ സംഗതികളൊക്കെ രാജ്യത്ത് എല്ലാത്തിനും നിയമമുണ്ട്. ഞങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ വയസ്സായവർക്ക് ഹോർലിക്സും ബൂസ്റ്റും കോൺഫ്ലക്സും ഒക്കെ കൊടുക്കുന്നൊരു പദ്ധതി വെച്ച് ഈ സമയത്ത് എല്ലാ മുനിസിപ്പാലിറ്റിയും ചോദിച്ചു, ഈ ഹോർലിക്സൊക്കെ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കളക്ടർ അടുത്ത് പറഞ്ഞു ഏതൊക്കെയാണ് കൊടുക്കേണ്ടതില്ല എന്ന് പറയാത്തിടത്തോളം കാലം ഇന്നത് കൊടുക്കാമെന്ന് പറയുന്നതിന് എന്താണ്? അന്നത്തെ കളക്ടർ വളരെ ഒരു പോസിറ്റീവ് സ്റ്റാൻഡുള്ള ആളാണ്. ഒറ്റയടിക്കാണ് അത് അംഗീകരിച്ച് നൽകിയത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഹോർലിക്സും ബൂസ്റ്റും കോൺഫ്ലക്സും ഓട്സും ഒരു മുനിസിപ്പാലിറ്റി എല്ലാ വർഷവും കൊടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ കിറ്റ് സംഘടിപ്പിച്ചെടുത്തത് മറിയുമ്മ തന്നെയാണ്. ഏതായാലും എനിക്ക് പറയാനുള്ളത് ICDS സൂപ്പർവൈസർമാരോട് ഞാൻ അവർ ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അരപ്പൈസയുടെ അന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കരുത്. ചെയർമാൻ എന്തെങ്കിലും താല്പര്യം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ബിനാമി കോൺട്രാക്ടർ വെച്ചിട്ട് കോൺട്രാക്ടർ അടുത്ത് നിന്ന് വല്ലതും വാങ്ങാനാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്തോളണം. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കണ്ട് അവനെ കണ്ണ് വെച്ചാണ് പ്രോജക്റ്റ് വെച്ച് നിങ്ങൾ തകർക്കണം. അതല്ല, ഇതിനകത്ത് അരപ്പൈസയുടെ അഴിമതിയില്ല എന്ന ബോധ്യവും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട പദ്ധതിയാണ് നിങ്ങൾക്ക് മനസ്സും ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും നിങ്ങൾ വൈകിക്കരുത്. അതുമായി ബന്ധപ്പെട്ട ഏത് റിസ്ക്കും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കവർ ചെയ്തെടുക്കാനുണ്ടാവും. റിസ്ക് എടുത്തില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ 1000-ലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയിൽ മലയാള മനോരമ നമ്മുടെ സ്മാർട്ട് അംഗനവാടി പ്രോജക്റ്റിന് പരാമർശിച്ച് അതിന് അംഗീകാരം നൽകുകയും ഇത് മറ്റുള്ള LSCDകളും നടപ്പിലാക്കണമെന്ന് പരാമർശിക്കുക കൂടി ചെയ്തപ്പോൾ മനസ്സ് നിറയുകയാണ് ഉണ്ടായത്. കാരണം ഞങ്ങൾ ഈ വിഷയത്തിന് ഏറ്റെടുത്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംശുദ്ധമായ ലക്ഷ്യത്തിലേക്കുള്ള വഴിനടക്കലിൽ വലിയൊരു ഊർജ്ജമാണ് ഈ പദ്ധതി നൽകിയത്. ദീർഘിച്ച് സംസാരിക്കുകയല്ല, ബഹുമാനപ്പെട്ട MP ഇവിടെ മറിയുമ്മ എൻ്റെ അടുത്ത് ഉദ്ഘാടനം ചോദിച്ച സമയത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമുക്ക് ബഷീർ സാഹിബിനെ കൊണ്ടുവരാൻ കഴിയുമോ? ഏറെക്കുറെ വർക്ക് പൂർത്തിയായിരുന്നു. നമ്മുടെ നാട്ടുകാരനായ അർഷൽ വളരെ ഉത്സാഹത്തിലാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. അർഷൽ അടുത്തടുത്ത ആശയം പറയും, നമുക്ക് കുറച്ചും കൂടി വലിയ ഇതുണ്ടാക്കണം. ഞാൻ പറയും, ഈ പദ്ധതിക്ക് അനുസരിച്ച് വെച്ചിട്ട് അടുത്തതിന് വിശാലമാക്കാം. ഇവിടെ നേരത്തെ മറിയുമ്പോൾ പറഞ്ഞാൽ സ്വന്തം പൈസ പോലും ഹോമിയോയുടെ കാര്യത്തിലാണെങ്കിൽ ഈ കാര്യത്തിലാണെങ്കിൽ അവൻ്റെ ഒരു നാട്ടിലെ പദ്ധതി എന്നുള്ള നിലക്ക് വലിയ രീതിയിലാണ് അർഷലും ആ കാര്യത്തിൽ താല്പര്യം കാണിച്ചത്. പദ്ധതിയൊക്കെ പൂർത്തിയായതിനു ശേഷം മറിയുമ ഷെരീഫ് ഉദ്ഘാടകനെ നമ്മൾ ബഷീർ സാഹിബിനെ MP അന്വേഷിച്ചപ്പോൾ ഉദ്ദേശം 1 മാസത്തോളം പാർലമെൻറ്റ് നടക്കായതുകൊണ്ട് സ്ട്രിക്ട്ലി പാർലമെൻറ്റിൽ കൃത്യമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞ് ഉടനെ ആക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പാർലമെൻറ്റ് കഴിഞ്ഞെത്തിയത്. നഗരസഭയിൽ ഞങ്ങളുടെ ഈ 64 അംഗനവാടികളുടെ കൂട്ടത്തിലും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഈ അംഗനവാടിയുടെ കാര്യത്തിൽ. ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗം തന്നെ നമ്മുടെ ഈ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് വളരെയധികം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി വളരെ മാതൃകാപരമായി ജനങ്ങൾക്ക് വേണ്ടി 24/7 സ്വന്തം കാര്യം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ജനപ്രതിനിധി നമ്മുടെ വാർഡിനുണ്ടായി, കൗൺസിലർക്കുണ്ടായി. അവകാശവാദങ്ങളൊന്നും വെച്ച് ബോർഡോ ബാനറോ ഒന്നും ആവശ്യമില്ല. മറിയും എന്താണെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മുഴുവൻ ആളുകളുടെ ഹൃദയത്തിലുണ്ട് എന്നെനിക്കറിയാം. കാരണം അവിടെ ഈ കഴിഞ്ഞ 4 വർഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്ത ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് മാത്രം കൊടുത്താൽ മതി. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി തൻ്റെ വാർഡിനെ സേവിക്കുന്നത് എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള മാതൃകയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കാണിച്ചത്. നിറഞ്ഞ അഭിമാനത്തോടുകൂടി ഇത്തരത്തിൽ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുവാനുള്ള ചുമതല കൂടി എനിക്ക് ലഭിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ എങ്കനായ MP ജനാബ് ET മുഹമ്മദ് ബഷീർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ വളരെ ആകർഷണീയമായ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി, ഇവിടെ നമ്മളോട് സംസാരിച്ച ഞാൻ കടന്നു വന്ന വഴികളെപ്പറ്റിയും ആരാരെല്ലാം എങ്ങനെയെല്ലാം സഹകരിച്ചു എന്നതിനെക്കുറിച്ചും സ്വപ്നമായി പോകുമായിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയത് എങ്ങനെയാണെന്നതിനെക്കുറിച്ചും എല്ലാം സംസാരിച്ച നമ്മുടെ മെമ്പർ മറിയമ്മ ഷെരീഫ്, നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ഇവിടെയുണ്ട്, കൊന്നാല ഫൗസിയ കുഞ്ഞിപ്പൂ, അതുപോലെ PKC സക്കീർ ഹുസൈൻ ചെയർമാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, PK അബ്ദുൽ ഹക്കീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ അബ്ദുൽ ഹമീദ് ചെയർപേഴ്സൺ ആരോഗ്യം, CP ആയുഷാബി ചെയർപേഴ്സൺ പൊതുമരാമത്ത്, നൗഷാദ് മണ്ണീശ്ശേരി അവരെത്തിയില്ല, PK ബാവ ജനറൽ സെക്രട്ടറി മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ, പ്രമീള വി CDPO മലപ്പുറം അർബൻ, ലിജിത S ICDS സൂപ്പർവൈസർ, കലാകുമാരി SS, അതുപോലെ ബാപ്പു പഞ്ചളി, അജയ് കുമാർ തച്ചോത്ത്, സഹൽ സാമ്പിക്കൽ, തുളസി അംഗൻവാടി ടീച്ചർ. അപ്പോൾ ഇതിൽ എഴുതി വെച്ചത് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഈ ഫംഗ്ഷനിൽ പ്രസംഗിക്കാത്ത എന്നാൽ നിങ്ങളെപ്പോലെ വളരെയേറെ ഉത്സാഹിച്ച ഒരുപാട് നല്ല സഹോദരന്മാർ കൂടിയ ഒരു മീറ്റിങ്ങാണ്. എനിക്ക് ഈ മീറ്റിംഗ് വളരെ ഹൃദ്യമായി തോന്നി. കാരണം ഇതിൽ വളച്ചുകെട്ടലുകളില്ല, ആകർഷണീയതയില്ല, നല്ല ശുദ്ധമായ സത്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു കാര്യമാണ്. ഇവിടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ നമ്മളെ മെമ്പറും അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള സംഗതികൾ നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ്. അവർ രണ്ടുപേരെയും മറ്റെല്ലാവരെയും ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ചെറിയ കാര്യമൊന്നുമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആദ്യമേ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പത്രം ഇന്നോവേറ്റീവ് ഐഡിയ, അതായത് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് വികസനത്തിൻ്റെ ഒരു പുതിയ ചക്രവാളം ഉണ്ടാക്കിയതിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ചെറിയ കാര്യമല്ല, അത്ഭുതപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ചെയർപേഴ്സണും നമ്മുടെ മെമ്പറും മറ്റു മെമ്പർമാരും എല്ലാവരും കൂടി അതോടൊപ്പം തന്നെ ജനങ്ങളും അണിനിരന്നതിൻ്റെ ഫലമായി കിട്ടിയ വലിയ സൗഭാഗ്യത്തിൻ്റെ സന്തോഷം എല്ലാവർക്കുമായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന സംഗതി. അപ്പോൾ അതിൽ ഇവിടെ പറഞ്ഞു, ഇതിന് ആദ്യം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ഒരു വീട് സംഘടിപ്പിച്ച് ആ വീടിൻ്റെ പരിസരം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ വീട് കൊടുത്ത ആൾ, അത് നടത്തിയത്, പിന്നെ ഉണ്ടാക്കുക കുടിവെള്ളത്തിൻ്റെ സംഗതി, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ എണ്ണി പറയുകയുണ്ടായി. ജനപ്രതിനിധികൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാവണം. അതിൽ ഒരു സംഗതി കൂടിയുണ്ട്. അതിൽ സായുജ്യം എന്ന് പറയുന്നത്, അതിൽ ഈ കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു നടാടെ AC-യുടെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു കുട്ടി. അതൊക്കെ എത്ര സംഗതികളാണ്. ഇപ്പോൾ നമ്മളിത് കാണുന്ന നോക്കുന്ന എത്രയോ അംഗനവാടികളുണ്ട്. ആ അംഗനവാടികളുടെയൊക്കെ സ്ഥിതി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരളം എത്രയോ താരതമ്യേന മെച്ചപ്പെട്ടതാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇവരുടെ സ്ഥിതി എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ, അതുപോലെ തന്നെ കുട്ടികൾ, അത് നടത്തുന്നവർ, അതിൽ ഔദ്യോഗിക തലത്തിലുള്ള ആൾക്കാർ, എല്ലാവരും നല്ല അറിവുള്ളവരാണ്, മനസ്സുള്ളവരാണ്. എന്തെങ്കിലും ഒരു ത്യാഗം എൻ്റെ നാട്ടിലൊരു സ്ഥാപനത്തിൽ വന്നാൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെ. ഇവരെല്ലാം കാണിക്കുന്ന ഈ നല്ല സമീപന രീതിക്കും നമ്മുടെ നാട്ടിലേക്ക് അവർ കൊണ്ടുവരുന്ന ധാരാളം നന്മയ്ക്കും ഞാൻ പ്രത്യേകമായി അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടുത്തെ ഇതിൻ്റെ മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സ്വന്തം സൃഷ്ടിയാണ്. ഇവിടെ പറഞ്ഞു ഇതിൽ പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ചെയർമാൻ പറഞ്ഞ വളരെ ശരിയാണ്. പ്രൊവിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ സാങ്കേതിക തടസ്സം പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ എല്ലാത്തിനും സാങ്കേതിക തടസ്സം ഉണ്ടാവും. എന്നാൽ സാങ്കേതിക തടസ്സങ്ങളുടെ നൂലാമാലകൾ ഒഴിവാക്കി
നേരെ ചെവി ഒരുപാട് ദർശനങ്ങളുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് അവർക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ആ വിധത്തിലെല്ലാം പ്രവർത്തിക്കുന്നു. പിന്നെ നിങ്ങൾ വർത്തമാനം കേട്ടാൽ തന്നെ അറിയാം, നല്ലൊരു ടീം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയർമാൻ പറഞ്ഞതുപോലെ അഴിമതിയില്ലാത്ത സത്യസന്ധമായി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം ഇന്നത്തെ സാഹചര്യത്തിൽ ഭംഗിയായി നിർവഹിച്ചതിന് പ്രത്യേകമായൊരു അഭിനന്ദനം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം പലർക്കും ഒരുപക്ഷെ പ്രചോദനമായി തീർന്നേക്കും. ചില നല്ല കാര്യങ്ങൾ തുടങ്ങിയാൽ അതിൻ്റെ നന്മ എത്രയോ കാലം നിലനിൽക്കും. നിങ്ങൾ തുടങ്ങി വെച്ച ഈ കാര്യത്തിൻ്റെ നന്മ എത്രയോ കാലം ജ്വലിച്ച് നിൽക്കുന്ന വലിയ കാര്യമായിട്ട് തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.